ഇന്ന് ഒക്ടോബർ മാസം 15-ാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ അവിലായിലെ അമ്മ ത്രേസ്യായുടെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു. ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളെക്കാൾ ഉപരിയായി ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ നമ്മെ പഠിപ്പിച്ച ഈ വിശുദ്ധയുടെ ഓർമ്മ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്കേവർക്കും നേരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും അമ്മ ത്രേസ്യയുടെ വലിയ മാധ്യസ്ഥ്യം ഉണ്ടാകുവാൻ നമുക്ക് ഈ ദിനത്തെ പവിത്രമാക്കാം. ഒക്ടോബർ മാസം 15-ാം തീയതി ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ ഓർമ്മ തിരുനാൾ. നവീകൃത കർമ്മലീത്ത സഭയുടെ സ്ഥാപകയായി അറിയപ്പെടുന്ന ത്രേസ്യ സ്പെയിനിൽ ആവില എന്ന നഗരത്തിൽ 1515 മാർച്ച് മാസം 28-ാം തീയതി ജനിച്ചു. പിതാവ് അൽഫോൻസ് സാഞ്ചസ് ഒരു കുലീന കുടുംബ അംഗമായിരുന്നു. ത്രേസ്യയ്ക്ക് 7 വയസ്സുള്ളപ്പോൾ മുഹമ്മദീയരുടെ കരങ്ങളാൽ രക്തസാക്ഷിത്വം നേടാമെന്ന് കരുതി വീട്ടിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പുറപ്പെട്ടു. മാർഗമധ്യേ ഇളയച്ചൻ കണ്ട് കാര്യം ഗ്രഹിച്ച് അവളെ കൂട്ടിക്കൊണ്ടുപോന്നു. എനിക്ക് ദൈവത്തെ കാണണം, അതിനു മുൻപ് മരിക്കേണ്ടതായിട്ടുണ്ടല്ലോ എന്നാണ് അവൾ പറഞ്ഞത്. ത്രേസ്യയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ അമ്മ അഹൂദ മരിച്ചു. സഹോദരൻ റോഡ്രിഗോയോടുകൂടെ അവൾ പറയുമായിരുന്നു, എന്നേക്കും എന്നേക്കും. ക്രമേണ ത്രേസ്യയുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനം വന്നു. വളരെയേറെ കാൽപ്പനിക കഥകൾ അവൾ വായിച്ചു കൂട്ടി. ഒരു അയൽക്കാരുടെ പ്രചോദനത്താൽ ത്രേസ്യ തലമുടി ചുരുട്ടുവാനും സുരഭില തൈലം പൂശുവാനും തുടങ്ങി. ഒരു സ്നേഹിതനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ കൂടെ ഒരു പറത്തവള ഇഴഞ്ഞുപോയി. ഇത് കണ്ടപ്പോൾ ത്രേസ്യയ്ക്ക് തോന്നി സർവേശ്വരന് ഈ സ്നേഹം ഇഷ്ടമല്ലെന്ന്. വിശുദ്ധ ജെറോമിന്റെ വിവിധ ഗ്രന്ഥങ്ങൾ വായിച്ചു. പ്രാർത്ഥനയാണ് കൃപാവരത്തിനുള്ള വാതിലെന്ന് ഗ്രഹിച്ച് 12-ാമത്തെ വയസ്സിൽ പിതാവ് എതിർത്തുവെങ്കിലും ത്രേസ്യ കർമ്മലിത്ത സഭയിൽ ചേർന്നു. വ്യർത്ഥമായ സംഭാഷണങ്ങൾ നിമിത്തം ആരംഭത്തിൽ ആത്മീയ ജീവിതം ശുഷ്കമായിരുന്നു. 31-ാമത്തെ വയസ്സിൽ അവൾ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചു. തന്റെ ജ്ഞാനപിതാവായ വിശുദ്ധ പീറ്റർ അൽക്രാന്തയോടും വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയായോടും ആലോചിച്ച് ദൈവനിവേശന പ്രകാരം 1561 46-ാമത്തെ വയസ്സിൽ കർമ്മലീത്ത സഭയുടെ നവീകരണത്തിനായി അവൾ പ്രവർത്തിക്കുവാൻ തുടങ്ങി. കുരിശിന്റെ വിശുദ്ധ യോഹന്നാനോടുകൂടെ പുരുഷ വിഭാഗവും അവൾ നവീകരിച്ചു. അങ്ങനെ നിഷ്പാദുക കർമ്മലീത്ത സഭ ആരംഭിച്ചു. തന്റെ ജീവിതകാലത്ത് തന്നെ കർമ്മലീത്ത നിഷ്പാദുക കന്യാസ്ത്രീകൾക്കായി 17 മഠങ്ങളും പുരുഷന്മാർക്കായി 15 ആശ്രമങ്ങളും സ്ഥാപിച്ചു. 18 കൊല്ലത്തെ ആധ്യാത്മിക ശുഷ്കതയ്ക്ക് ശേഷം സമുന്നത പ്രാർത്ഥനാ രീതിയിലേക്ക് അവൾ ക്ഷണിക്കപ്പെട്ടു. ദൈവനിവേശനങ്ങളും മൗതിക അനുഭവങ്ങളും സാധാരണമായി. ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു അവളുടെ മുദ്രാവാക്യം. വിശുദ്ധയുടെ സ്വയംകൃതചരിതം, സുകൃതസരണി, ആഭ്യന്തര ഹർമ്മ്യം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഉയർന്ന പ്രാർത്ഥനയെപ്പറ്റിയുള്ള പ്രതിപാദനങ്ങളാണ്. 1559 ഒരു ശ്രാപ്പെ മാലാഖ അവളുടെ ഹൃദയം ഭേദിച്ചുവെന്ന് പറയുന്നു. 1582 ഒക്ടോബർ മാസം 4-ാം തീയതി ഈശോയുടെ ത്രേസ്യയെ ഈശോ തന്നെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു. 1970 സെപ്റ്റംബർ 27-ാം തീയതി സിയന്നായിലെ കത്രീനയോടൊപ്പം വേദപാരംഗത എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. തിരുസഭയുടെ മകളായി മരിക്കുന്നതിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു എന്നതായിരുന്നു വിശുദ്ധ അമ്മ ത്രേസ്യയുടെ അന്തിമ വചസ്സുകൾ. നമ്മുടെ ജീവിതത്തിലും ദൈവത്തോടൊപ്പമാകുവാനായിട്ട്, ദൈവത്തിനു വേണ്ടി ജീവിക്കുവാനായിട്ട്, തിന്മയിൽ നിന്ന് മാറി നന്മയിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് ഈ വിശുദ്ധയുടെ പ്രത്യേകമായ മാധ്യസ്ഥ്യം തേടാം. അവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നമ്മുടെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളിലും ഇന്നുണ്ടാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തെയും പവിത്രമാക്കണമേ എന്ന് നമുക്കിന്ന് അമ്മയോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.